ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് നോക്കുന്നത് ഗ്രാഫ് തിയറിയാണ്. ഗ്രാഫ് തിയറി എന്ന് പറഞ്ഞാൽ 17th സെഞ്ച്വറിയിൽ ഡെവലപ്പ് ചെയ്ത ഒരു ബ്രാഞ്ചാണ് ഗ്രാഫ് തിയറി എന്ന് പറഞ്ഞാൽ. ഓയിലറാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഗ്രാഫ് തിയറിയിലെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് മാത്രമാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. സ്കൂൾ ക്ലാസ് മുതലേ കേൾക്കുന്ന ഒന്നാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. നമ്മൾ പലതരത്തിലുള്ള ഗ്രാഫുകൾ കേട്ടിട്ടുണ്ട്. പൈ ചാർട്ട്, ബാർ ഗ്രാഫ്, ലൈൻ ഗ്രാഫ്, പിക്ടോഗ്രാം, ഹിസ്റ്റോഗ്രാഫ്, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഗ്രാഫുകൾ പഠിച്ചിട്ടുണ്ട്. ഈ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഗ്രാഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എ ഡേറ്റ. ഇവിടെയും നമ്മൾ ചെയ്യുന്നത് റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റയാണ്. ഇവിടെ നമുക്കൊരു സെറ്റ് ഉണ്ടാകും. ആ സെറ്റിനകത്തുള്ള ഒരു റിലേഷൻ, ഒരു ബൈനറി റിലേഷൻ ഉണ്ട്. ആ സെറ്റിനകത്തുള്ള ബൈനറി റിലേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ നമ്മൾ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരായിരിക്കും, അല്ലെ? ഫേസ്ബുക്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ നേരത്തെ നമുക്ക് കിട്ടുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഒരു ഫിഗറാണ്. അപ്പോൾ ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ പിക്ചോറിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്നതാണ്. ഇവിടുത്തെ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലുള്ള ആളുകളെ എല്ലാം ഒരു സെറ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നു. അവിടുത്തെ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻഡിവിജ്വൽസ് ഇൻ അവർ സെറ്റ് ആർ റിലേറ്റഡ് ഇഫ് ദേ ആർ ഫ്രണ്ട്സ് ഇൻ ഫേസ്ബുക്ക്. ഫേസ്ബുക്ക് വഴി ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവ നമ്മൾ റിലേറ്റഡ് ആണെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഈ ഇൻഡിവിജ്വലിന് റിലേറ്റഡ് ആണ്, അവ തമ്മിലൊരു എഡ്ജ് വരയ്ക്കും റിലേറ്റഡ് ആണെങ്കിൽ. റിലേറ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എഡ്ജ് വരയ്ക്കില്ല. സോ നമുക്ക് ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ നമ്മളുള്ള സെറ്റിനകത്തുള്ള ബൈനറി റിലേഷൻ, അവിടുത്തെ ബൈനറി റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഇൻ ഫേസ്ബുക്ക് എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പിക്ചോറിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളൊരു ഗ്രാഫിന്റെ ഫോർമൽ ഡെഫിനേഷനിലേക്ക് പോവുകയാണ്. എ ഗ്രാഫ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ്, വെർട്ടെക്സ് സെറ്റ് ആൻഡ് ആൻ എഡ്ജ് സെറ്റ്. എഡ്ജ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൺഓർഡേഡ് പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടീസസ് ഓഫ് ജി. അതായത് നമ്മൾ രണ്ട് വെർട്ടെക്സ് സെറ്റ് അത് റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ അവിടെ എഡ്ജ് വരയ്ക്കും. റിലേറ്റഡ് മീൻസ് ആ രണ്ട് വെർട്ടെക്സിന്റെ ഓർഡേഡ് പെയർ നമ്മുടെ എഡ്ജ് സെറ്റിൽ ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഇതൊരു ഗ്രാഫിന് എക്സാമ്പിൾ ആണ്. ആ ഗ്രാഫിനെ ഞാൻ y എന്ന് വിളിച്ചു. ഇവിടുത്തെ പ്രത്യേകത U3 ആൻഡ് U4, ദീസ് ടു വെർട്ടീസസ്, U3 U4, the pair U3 U4 belongs to edge set, so they are connected by an edge. But the pair U4 U5 is not belongs to E of G, so they are not connected by an edge. Here നമുക്ക് എത്ര വെർട്ടെക്സ് ഉണ്ട്? ഈ ഗ്രാഫിൽ 5 വെർട്ടെക്സ് ഉണ്ട്. അതുപോലെ തന്നെ 6 എഡ്ജസ് ഉണ്ട്. ഈ വെർട്ടെക്സിൽ ഈ ഗ്രാഫിൽ 5 വെർട്ടെക്സും ഉണ്ട്, 6 എഡ്ജസ് ഉണ്ട്. ഒരു ഗ്രാഫിലെ നമ്പർ ഓഫ് വെർട്ടെക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഡർ എന്ന് വിളിക്കും. ഓർഡർ ഈസ് ദ നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് എ ഗ്രാഫ്. ഓർഡർ ഈസ് ദ നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് എ ഗ്രാഫ് ആൻഡ് നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ ഗ്രാഫ് ഈസ് കോൾഡ് സൈസ് ഓഫ് ദ ഗ്രാഫ്. സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ്, ഗ്രാഫിൽ എത്ര എഡ്ജസ് ഉണ്ടെന്നുള്ളതാണ് സൈസ് എന്ന് പറയുന്നത്. ഗ്രാഫിൽ എത്ര വെർട്ടെക്സ് ഉണ്ട് എന്നുള്ളതാണ് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രാഫിന്റെ ഓർഡർ 1 ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രിവിയൽ ഗ്രാഫ്. ഓർഡർ 1 ആണെങ്കിൽ ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ട്രിവിയൽ ഗ്രാഫ്. അപ്പോൾ അതിന് എഡ്ജസ് ഉണ്ടാവത്തില്ല. ഇതൊരു ഗ്രാഫിന് എക്സാമ്പിൾ ആണ്. ഈ ഗ്രാഫിൽ നമ്മുടെ പ്രത്യേകത നമുക്ക് 4 വെർട്ടെക്സുകളുണ്ട്, അതുപോലെ തന്നെ 6 എഡ്ജസ് ഉണ്ട്. 4 വെർട്ടെക്സും ഉണ്ട്, 6 എഡ്ജസും ഉണ്ട്. ഇവിടെ V5ഉം V4ഉം കണക്ട് ചെയ്തുകൊണ്ട് ഒരു എഡ്ജ് ഉണ്ട്. V5ഉം V4ഉം V5 ആൻഡ് V4 ആർ കണക്റ്റഡ് ബൈ ആൻ എഡ്ജ്. സോ ആ എഡ്ജിനെ നമ്മൾ വിളിക്കും V4 V5. ആ എഡ്ജിനെ നമ്മൾ V4 V5 എന്ന് വിളിക്കും. അത് 2 വെർട്ടെക്സിനെ കണക്ട് ചെയ്യുന്ന എഡ്ജ്. ആ വെർട്ടെക്സിന്റെ പേരിൽ നമ്മൾ അറിയും. ഇപ്പൊ V4 V8 ഈസ് ആൻ എഡ്ജ്, V7 V8 ഈസ് ആൻ എഡ്ജ്, V7 V5 ആർ ഓൾസോ ആൻ എഡ്ജ്. And if two vertices are connected by an edge, then we say that these two vertices are adjacent. Here V5 and V4 are connected by an edge, so these vertices are adjacent.
adjacent. Also V5 and V8 are adjacent. They are connected by an edge. Also V7 and V4 are adjacent. All the vertices in this graph are adjacent. Similarly for adjacent edges. Adjacent edges എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും, two edges have a common vertex. Then we say that these two edges are adjacent. നമുക്ക് ഇവിടെ V5 V4ഉം V4 V8ഉം അത് രണ്ടും അഡ്ജസന്റ് വെർട്ടീസസ് ആണ്. അത് രണ്ട് വെർട്ടെക്സുകളും എന്താണ്, അഡ്ജസന്റ് എഡ്ജസ് ആണ്. V4 V5 ആൻഡ് V4 ആൻഡ് V8 are adjacent vertex because the vertex V4 is common to these two edges. അതുപോലെ V5 V4 എന്ന് പറയുന്ന ലൈനിന്റെ എഡ്ജിന്റെ എൻഡ് വെർട്ടെക്സുകളാണ് V5 ആൻഡ് V4. സോ നമ്മളവിടെ പറയുന്ന ഒരു കാര്യം, ഈ എഡ്ജ് ഇൻസിഡന്റ് V4 V5, the edge V4 V5 is incident with the vertices V5 and V4. Here the edge V4 V8 is incident with the vertex V4 and V8. And ഇതുപോലെ നമുക്ക് പറയാം ഇൻസിഡന്റ് എന്ന് പറയുന്നത് അഡ്ജസന്റ് എഡ്ജസ് ആൻഡ് ഇൻസിഡന്റ് എഡ്ജസ്. ഈ ഗ്രാഫ് നോക്കുക. ഈ ഗ്രാഫ് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ട ഗ്രാഫാണ്. ഈ ഗ്രാഫിനകത്ത് U2 എന്ന് പറയുന്ന വെർട്ടെക്സ് എടുക്കുന്നു. U2ന്റെ നെയ്ബേഴ്സ് U2 ആയിട്ട് അഡ്ജസന്റ് ആയിട്ടുള്ള വെർട്ടെക്സ് എടുക്കുന്നു. U2 ആയിട്ട് അഡ്ജസന്റ് ആയിട്ടുള്ള വെർട്ടെക്സ് ആണ് U3, U5 and U1. U1, U3 and U5 are adjacent vertices of U2. So adjacent ആയിട്ടുള്ള വെർട്ടെക്സുകളുടെ സെറ്റിനെ വിളിക്കുന്നവരാണ് നെയ്ബേഴ്സ് ഓഫ് U2 എന്ന് വെച്ച് കഴിഞ്ഞാൽ U1, U3 and U5 are the neighbors of U2 and this is denoted by N of U2. N of U2 means the number of vertices which are adjacent to U2. The number of vertices which are adjacent to U2. And here N of U2 is the set U1, U3 and U5. U1, U3 and U5 are the neighbors of U2. Degree of a vertex കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വെർട്ടെക്സിനകത്ത് എത്ര ലൈൻസ് ഇൻസിഡന്റ് ആണ്, ഒരു വെർട്ടെക്സിൽ എത്ര ലൈൻസ് ഇൻസിഡന്റ് ആണ് എന്നുള്ളതാണ് ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് U2 എന്ന് പറഞ്ഞാൽ U2 ൽ എത്ര ലൈൻസ് ഇൻസിഡന്റ് ആണ്, അല്ലെങ്കിൽ എത്ര എഡ്ജസ്, ലൈൻസും എഡ്ജസും സിനോണിംസ് ആണ്. അപ്പോൾ U1 ആയിട്ട് 1, 2, 3. സോ ദ ഡിഗ്രി ഓഫ് U2 ഈസ് 3. ഡിഗ്രി ഓഫ് U4 ആയിട്ട് ഒറ്റ എഡ്ജേ ഉള്ളൂ. സോ ഡിഗ്രി ഓഫ് U4 ഈസ് 1 ആൻഡ് ഡിഗ്രി ഓഫ് U2 ഈസ് 3. അത് നമ്മൾ ഡിഗ്രിക്ക് ഉപയോഗിക്കുന്ന നൊട്ടേഷനാണ് DEG ഓഫ് V. ഓർ ഈ ഗ്രാഫ് ഒന്നിൽ കൂടുതൽ ഗ്രാഫ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു സഫിക്സ് കൊടുക്കുന്നത്. ഓക്കെ, ഒരു ഗ്രാഫിലെ മാക്സിമം ഡിഗ്രിയെ ക്യാപിറ്റൽ ഡെൽറ്റ ഓഫ് G എന്നും മിനിമം ഡിഗ്രിയെ സ്മോൾ ഡെൽറ്റ എന്നും ഡിനോട്ട് ചെയ്യും. ഇവിടെ അപ്പം നോക്കി, ഇവിടെ ക്യാപിറ്റൽ ഡെൽറ്റ എന്താ വരിക, ഇവിടെ 3 ആണ്, ഈ വെർട്ടെക്സിന്റെ ഡിഗ്രി 3 ആണ്, ഇതിന്റെ 2, ഇതിന്റെ 3, ഇതിന്റെ 3, ഇതിന്റെ 1. സോ മാക്സിമം ഡിഗ്രി ഈസ് 3 ആൻഡ് ദ മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. ഈ ഗ്രാഫിലെ മാക്സിമം ഡിഗ്രി 3 ആണ്, മിനിമം ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഒരു ഗ്രാഫിൽ ഡെൽറ്റ ഓഫ് G സ്മോൾ ഡെൽറ്റ ഓഫ് Gയും സെയിം ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സം R എന്നാണെന്നുണ്ടെങ്കിൽ വി സേ ദാറ്റ് ദ ഗ്രാഫ് ഈസ് R റെഗുലർ. മിനിമം ഡിഗ്രി മാക്സിമം, അതായത് എല്ലാ വെർട്ടെക്സിന്റെയും ഡിഗ്രി 6 ആണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് R റെഗുലർ ഗ്രാഫ്. ഒരു ഗ്രാഫിനകത്ത് n വെർട്ടെക്സ് ഉണ്ട്, അതായത് n-1 റെഗുലർ ആണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് കംപ്ലീറ്റ് ഗ്രാഫ്. എ ഗ്രാഫ് വിത്ത് n as order and n-1 regular is called a complete graph. അപ്പൊ ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആണോ? അല്ല. കാര്യം ഇവിടെ നമുക്ക് 5 വെർട്ടെക്സ് ഉണ്ട്, പക്ഷെ ഒരു വെർട്ടെക്സിന്റെയും ഡിഗ്രി 4 അല്ല. അതുകൊണ്ട് ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എന്തല്ല, കംപ്ലീറ്റ് അല്ല. So and a complete graph is denoted by Kn. Kn means a complete graph on n vertices. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഗ്രാഫിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 4 ആണ്, സൈസ് എന്ന് പറയുന്നത് 4 ആണ്. ഈ U1 എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി 2 ആണ്, U2ന്റെ ഡിഗ്രി 2 ആണ്, U3യുടെ ഡിഗ്രി 2 ആണ്, അതുപോലെ V4ന്റെ ഡിഗ്രി V1, V2, V3 and V4 all the vertices in this graph are of degree 1. ഇനി ഞാൻ U1ഉം U4
V1 ഉം V4 കണക്ട് ചെയ്ത് ഒരു എഡ്ജും കൂടി കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്ന എഡ്ജ്, അതായത് രണ്ട് വെർട്ടെക്സിനെ കണക്ട് ചെയ്ത് മോർ ദാൻ വൺ എഡ്ജ് വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ എഡ്ജസ്. രണ്ട് വെർട്ടെക്സിനെ കണക്ട് ചെയ്ത് മോർ ദാൻ വൺ എഡ്ജ് വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ എഡ്ജസ് ഓർ പാരലൽ എഡ്ജസ്. മൾട്ടിപ്പിൾ എഡ്ജസ് അല്ലെങ്കിൽ പാരലൽ എഡ്ജസ് എന്ന് വിളിക്കും. ഇനി ഒരു വെർട്ടെക്സിൽ തുടങ്ങി അതിൽ തന്നെ അവസാനിക്കുന്ന എഡ്ജിനെ വിളിക്കുന്ന പേരാണ് ലൂപ്പ്. ഇവിടെ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ലൂപ്പാണ്. V4 തുടങ്ങി V4 തന്നെ അവസാനിക്കുന്നത്. സോ ഇത് നമ്മുടെ അതിനെ നമ്മൾ ലൂപ്പ് എന്ന് വിളിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ലൂപ്പിന്റെ പ്രത്യേകത എന്താ? ലൂപ്പ് ഒരു വെർട്ടെക്സിൽ തന്നെ തുടങ്ങി അതിൽ തന്നെ അവസാനിക്കുന്നത്. സോ ഒരു ലൂപ്പ് എപ്പോഴും ഒരു വെർട്ടെക്സിന് ഡിഗ്രി 2 കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇനീഷ്യൽ ആയിട്ട് വരുന്ന ഒരു ഡിഗ്രി, പിന്നെ തിരിഞ്ഞ് വരുന്ന അടുത്ത ഡിഗ്രി. അപ്പോൾ ഒരു ലൂപ്പ് ഒരു വെർട്ടെക്സിന് ഡിഗ്രി 2 കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ ഒരു ഗ്രാഫ്, സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്സും മൾട്ടിപ്പിൾ എഡ്ജസും ഇല്ലാത്ത ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഗ്രാഫ്. ലൂപ്സോ മൾട്ടിപ്പിൾ എഡ്ജസോ ഇല്ലാത്ത ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഗ്രാഫ്. ഇനി ലൂപ്സ് ഇല്ലാത്ത ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് മൾട്ടി ഗ്രാഫ്. അതായത് മൾട്ടിപ്പിൾ എഡ്ജസ് മാത്രമുള്ള ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് മൾട്ടി ഗ്രാഫ്. അതുപോലെ മൾട്ടിപ്പിൾ എഡ്ജസും ലൂപ്സും അലോ ചെയ്തേക്കുന്ന ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ ഗ്രാഫ്. മൾട്ടിപ്പിൾ എഡ്ജസും ലൂപ്സും ഉള്ള ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ ഗ്രാഫ്. സിമ്പിൾ ഗ്രാഫിനകത്ത് മൾട്ടിപ്പിൾ എഡ്ജസോ ലൂപ്സോ ഉണ്ടാവാൻ പാടില്ല. ഇനി മൾട്ടിപ്പിൾ എഡ്ജസ് മാത്രമാണെങ്കിൽ അതിനെ മൾട്ടി ഗ്രാഫ്. ഇനി മൾട്ടിപ്പിൾ എഡ്ജസും ലൂപ്സും അലോ ചെയ്യുന്ന ഗ്രാഫ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ ഗ്രാഫ്. സ്യൂഡോ ഗ്രാഫ്. ഇനി നമ്മളൊരു ഗ്രാഫ് എടുക്കുന്നു. വെർട്ടെക്സ് സെറ്റ് V ആണ്, എഡ്ജ് സെറ്റ് E ആണ്. അപ്പോൾ നമ്മൾ ഡിഗ്രി പറയുമ്പോൾ ഒരു എഡ്ജ് നമുക്ക് എന്ത് തരും? ഒരു എഡ്ജ് നമുക്ക് രണ്ട് വെർട്ടെക്സിന് ഓരോ ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഈ ഒരു എഡ്ജ് V2 V3 എന്ന് പറയുന്ന എഡ്ജ് V2നും ഒരു ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യും, V3ക്കും ഒരു ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ ഏത് എഡ്ജ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ആ എൻഡ് വെർട്ടെക്സിന് ഓരോ ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പം ഞാൻ എല്ലാ വെർട്ടെക്സിൻ്റെയും കൂടി ഡിഗ്രി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. സം ഓഫ് ഓൾ ഡിഗ്രീസ് ഓഫ് എ ഗ്രാഫ് ഈസ് ഈക്വൽ ടു ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്ന? ഒരു എഡ്ജ് എടുക്കുമ്പോൾ ഒരു എഡ്ജ് നമ്മുടെ അതിൻ്റെ എൻഡ് വെർട്ടെക്സിന് ഓരോന്നിനും ഓരോ ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് ഒരു എഡ്ജ് എപ്പോഴും 2 ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ സം ഓഫ് ഓൾ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. ഈ ഗ്രാഫ് നോക്കുക. ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെർട്ടെക്സിന്റെ ഡിഗ്രി 3 ആണ്, ഇതിന്റെ ഡിഗ്രി 3 ആണ്, ഇതിന്റെ ഡിഗ്രി 3 ആണ്. അതുപോലെ ഈ വെർട്ടെക്സുകളുടെ എല്ലാത്തിന്റെയും ഡിഗ്രി 3 ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ വെർട്ടെക്സിന്റെയും ഡിഗ്രി 3 ആയതുകൊണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റെഗുലർ ഗ്രാഫാണ്. ഇതെന്ന് പറയുന്നത് 3 റെഗുലർ. ഒരു ഗ്രാഫിന്റെ എല്ലാ വെർട്ടെക്സിന്റെയും ഡിഗ്രി സെയിം ആണെങ്കിലാണ് നമ്മൾ അതിനെ റെഗുലർ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ വെർട്ടെക്സിന്റെ ഡിഗ്രി 3 ആണ്. സോ ദിസ് ഈസ് കോൾഡ് 3 റെഗുലർ ഗ്രാഫ്. ഞാൻ റെഡ് വെർട്ടെക്സുകൾ കൺസ്ട്രക്ട് ചെയ്യുക. ഈ റെഡ് വെർട്ടെക്സുകളുടെ പ്രത്യേകത എന്താ? ഈ റെഡ് വെർട്ടെക്സ് മറ്റു 2 റെഡുമായിട്ടും അഡ്ജസന്റ് അല്ല. അതായത് റെഡ് വെർട്ടെക്സുകൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസന്റ് അല്ല. അതുപോലെ ബ്ലൂ വെർട്ടെക്സുകൾ ഒന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസന്റ് അല്ല. ഈ രീതിയിലുള്ള ഗ്രാഫുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈപാർട്ടേറ്റ് ഗ്രാഫ്. അപ്പോൾ ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇതുപോലെ റെഡും ബ്ലൂ ആയിട്ട് മാറ്റാൻ പറ്റണം. റെഡ് വെർട്ടെക്സുകൾ ഒന്നും അഡ്ജസന്റ് ആവരുത്, ബ്ലൂ വെർട്ടെക്സുകൾ ഒന്നും തന്നെ എന്താവരുത്? അഡ്ജസന്റ് ആവരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? The bipartite graph, the vertex set can be partitioned into 2 subsets. Vertex setനെ രണ്ട് സബ്സെറ്റ് ആയിട്ട് മാറ്റാൻ പറ്റണം. ഇവിടെ തന്നെ റെഡും ബ്ലൂ ആയിട്ട് മാറ്റിയ പോലെ രണ്ടായിട്ട് മാറ്റാൻ പറ്റണം. അത് മാത്രം പോരാ, 2 vertices in the same partition are not adjacent. No 2 vertices in the same partition are adjacent. ഒരേ പാർട്ടീഷനിലുള്ള ഒരു വെർട്ടെക്സും അഡ്ജസന്റ് ആവരുത്. അങ്ങനെയുള്ള ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ബൈപാർട്ടേറ്റ് ഗ്രാഫ്. വെർട്ടെക്സ് സെറ്റിനെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പറ്റണം. ഓരോ പാർട്ടീഷനിലെയും ഓരോ വെർട്ടെക്സുകൾ ഒരു പാർട്ടീഷനിലെ വെർട്ടെക്സുകൾ ഒന്നും തന്നെ എന്താവാൻ പാടില്ല? അഡ്ജസന്റ് ആവാനെ കൊണ്ട് പാടില്ല. ഈ ഗ്രാഫ് എടുക്കുക. ഈ ഗ്രാഫ് ഒരു ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആണോ? ഇവിടെ നമ്മൾ റെഡ് വെർട്ടെക്സുകളുണ്ട്, ബ്ലൂ വെർട്ടെക്സുകളുണ്ട്. റെഡ് വെർട്ടെക്സുകളെ ഒരു പാർട്ടീഷനായിട്ട് എടുക്കുക, ബ്ലൂവിനെ അടുത്ത പാർട്ടീഷനായിട്ട് എടുക്കുക. റെഡുകളൊന്നും അങ്ങോട്ട് അഡ്ജസന്റ് അല്ല, ബ്ലൂകളൊന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസന്റ് അല്ല. സോ ദിസ് ഗ്രാഫ് ഈസ് എ ബൈപാർട്ടേറ്റ് ഗ്രാഫ്. ഈ ഗ്രാഫ് എന്ത് ഗ്രാഫാണ്? ഒരു ബൈപാർട്ടേറ്റ് ഗ്രാഫാണ്. ഓക്കെ. അപ്പോൾ കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്ന
ഒരു പാർട്ടീഷനിലെ ഇപ്പോൾ ഈ റെഡ് പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ റെഡ് പാർട്ടീഷനിലെ എല്ലാ വെർട്ടെക്സും ഈ എല്ലാ ബ്ലൂ വെർട്ടെക്സുമായിട്ടും അഡ്ജസ്റ്റന്റ് ആവണം. അത് ഈ റെഡ് വെർട്ടെക്സ് എടുത്താൽ ഈ എല്ലാ 3 ബ്ലൂ വെർട്ടെക്സുമായിട്ട് അഡ്ജസ്റ്റന്റ് ആയിരിക്കണം. ഈ റെഡ് വെർട്ടെക്സ് എടുത്താൽ അതുപോലെ ഈ 3 അഡ്ജസ്റ്റന്റ് ആയിരിക്കണം. ഈ റെഡ് എടുത്തു കഴിഞ്ഞാൽ ഈ 3 അഡ്ജസ്റ്റന്റ് ആയിരിക്കണം. അതുപോലെ തിരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഗ്രാഫിനെ വിളിക്കുന്നവരാണ് കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ്. അപ്പോൾ complete bipartite graph is a bipartite graph in which every vertex in one partition is adjacent to all other vertices in the second partition. ഫസ്റ്റ് പാർട്ടീഷനിലെ എല്ലാ വെർട്ടെക്സും സെക്കൻഡ് പാർട്ടീഷനിലെ എല്ലാ വെർട്ടെക്സുമായിട്ട് അഡ്ജസന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ്. നമ്മൾ എടുത്ത ഈ എക്സാമ്പിളിന്റെ പ്രത്യേകത അതാണ്. ഈ റെഡിന്റെ ഈ 3 അഡ്ജസന്റ് ആണ്, ഈ റെഡ് ഈ 3 അഡ്ജസന്റ് ആണ്, ഈ റെഡ് 3 അഡ്ജസന്റ് ആണ്. സോ ദിസ് ഗ്രാഫ് ഈസ് എ കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ്. ഈ ഗ്രാഫ് കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് അല്ല. നമ്മുടെ ഈ ഗ്രാഫ് കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് അല്ല. നമ്മൾ മുമ്പേ എടുത്ത ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ്. ഈസ് എ കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ്. ഈ ഗ്രാഫ് എടുക്കുന്നു. V1, V2, V3, V4 and V5 are the vertices. So there are 5 vertices and there are 6 edges. Okay. ഈ ഗ്രാഫ് ജി എച്ച്. ഇനി ഈ എച്ച് എന്ന് പറയുന്ന ഗ്രാഫിന്റെ പ്രത്യേകത എന്താ? എച്ച് എന്ന് പറയുന്ന ഗ്രാഫിലെ വെർട്ടെക്സുകളെല്ലാം തന്നെ നമ്മുടെ ജിക്കകത്തുണ്ട്. എച്ചിനകത്തുള്ള എഡ്ജസ് എല്ലാം തന്നെ ജിക്കകത്തുള്ള എഡ്ജസ് ആണ്. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ് ഗ്രാഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. സബ് ഗ്രാഫ്. അപ്പൊ സബ് ഗ്രാഫിന്റെ പ്രത്യേകത എന്താ? A subgraph of a graph G is a graph H such that എച്ചിന്റെ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ജിയുടെ വെർട്ടെക്സ് ആയിരിക്കണം, എച്ചിന്റെ എഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയുടെ എഡ്ജസ് ആയിരിക്കണം. എച്ചിന്റെ എഡ്ജസ് എന്ന് പറയുന്നത് ജിയുടെ എഡ്ജസ് ആയിരിക്കണം, എച്ചിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് ജിയുടെ വെർട്ടെക്സ് ആയിരിക്കണം. ഓക്കെ, സോ എച്ച് എന്ന് പറയുന്നത് നമുക്ക് എന്താന്ന് പറയാം? സബ് ഗ്രാഫ് എന്ന് പറയാം. ഇതിനകത്ത് എച്ച് എന്ന് പറയുന്ന സബ് ഗ്രാഫ് എന്ന് പറയാം. അടുത്തൊരു ഗ്രാഫ് എടുത്തു. ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്താ? ഈ ഗ്രാഫ് ഒരു സബ് ഗ്രാഫ് ആകുമോ? നമ്മുടെ ജിയുടെ ഒരു സബ് ഗ്രാഫ് ആകുമോ ഈ ഗ്രാഫ്? നോക്കിയേ, വെർട്ടെക്സ് സെറ്റ് V1, V2, V3, V4 അത് വെർട്ടെക്സ് സെറ്റ് അതുപോലെ ഉണ്ട്. പക്ഷേ V1, V2 എഡ്ജ് ഉണ്ട്, V2, V3 എഡ്ജ് ഉണ്ട്, V4, V3 എഡ്ജ് ഉണ്ട്, V4, V1 എഡ്ജ് ഉണ്ട്, V1, V3 ഹിയർ V1 ആൻഡ് V3 ആർ നോട്ട് അഡ്ജസന്റ്. ഇപ്പൊ ഇവിടെ അഡ്ജസൻസി വന്നു. സോ ഇതെന്താവത്തില്ല? ഇത് ഈ ഗ്രാഫ് ജിയുടെ സബ് ഗ്രാഫ് ആവത്തില്ല. കാരണം V1, V3 is not on edge of G. V1, V3 is not on edge of G. So this graph is not a subgraph of our graph G. ഇനി G എന്ന് പറയുന്ന ഒരു ഗ്രാഫ് എടുക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഒരു 4 വെർട്ടെക്സ് എടുക്കുന്നു. V1, V2, V3, V4 ആ സെറ്റിനെ ഞാൻ S എന്ന് വിളിക്കുന്നു. അപ്പൊ 4 വെർട്ടെക്സുകൾ എടുക്കുന്നു. ഇനി ചെയ്യാൻ പോകുന്ന ജോയിൻ ഓൾ എഡ്ജസ് ഓഫ് G ഹൂസ് ബോത്ത് ദ എൻഡ്സ് ആർ ഇൻ S. എല്ലാ എൻഡ്സും ഈ എസ്സിൽ വരുന്ന എഡ്ജസുകൾ ഞാൻ എടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? V1, V2 എന്ന് പറയുന്ന എഡ്ജ് V1, V2. സോ V1, V4 നമുക്ക് V1, V4 അത് അങ്ങനെ ഒരു എഡ്ജ് ഉണ്ടാകേണ്ട അത് ഇവിടെ എടുക്കാം. അതുപോലെ V1, V2 അങ്ങനെ ഒരു എഡ്ജ് ഉണ്ട് നമുക്ക് എടുക്കാം. V2, V3 അങ്ങനെ ഒരു എഡ്ജ് ഉണ്ട് നമുക്ക് എടുക്കാം. V3, V4 അങ്ങനെ ഒരു എഡ്ജ് ഉണ്ട് എടുക്കാം. V4, V2 അങ്ങനെ ഒരു എഡ്ജ് ഉണ്ട് എടുക്കാം. ഇനി V1, V3 അങ്ങനെ ഒരു എഡ്ജ് ഇല്ല. സോ ഇത്ര എഡ്ജസ് ആണ് മാക്സിമം ഇതിനകത്ത് വരയ്ക്കാൻ പറ്റുന്ന എഡ്ജസ്. ഇതാ എഡ്ജസിന്റെ പ്രത്യേകത എന്താ? ബോത്ത് ദ എൻഡ്സ് ആർ ഇൻ അവർ സെറ്റ് S. ഇങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് വെർട്ടെക്സ് ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ്. ഈ എസ് എന്ന് പറയുന്ന സെറ്റിലെ വെർട്ടെക്സ് ഇൻഡ്യൂസ് ചെയ്യുന്ന സബ് ഗ്രാഫ് അതിനെ നമ്മൾ ഈ 2 നൊട്ടേഷനിൽ ഡിനോട്ട് ചെയ്യും. അപ്പോൾ വെർട്ടെക്സ് ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗ്രാഫിന്റെ വെർട്ടെക്സുകൾ അതുപോലെ എടുക്കുക. ഇനി ഈ വെർട്ടെക്സിനകത്ത് ഈ വെർട്ടെക്സിനെ കണക്ട് ചെയ്ത് എത്ര എഡ്ജസ് നമ്മുടെ ഗ്രാഫിലുണ്ടോ അത്രയും എഡ്ജസ് നമ്മൾ വരയ്ക്കുന്നു. അങ്ങനെ കിട്ടുന്ന ഗ്രാഫിനെ വിളിക്കുന്നവരാണ് വെർട്ടെക്സ് ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ്. ഇതുപോലെ നമുക്ക് എഡ്ജ് ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് ഉണ്ട്. അപ്പൊ എഡ്ജ് ഇൻഡ്യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം? നമ്മൾ എടുക്കുന്ന സെറ്റ് ഇവിടെ എടുത്ത സെറ്റ് വെർട്ടെക്സ് സെറ്റ് ആണ്, അതിന് പകരം എഡ്ജസ് എടുക്കുക. എഡ്ജസ് എടുത്തിട്ട് ആ എഡ്ജസ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് എഡ്ജ് ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ്. എഡ്ജ് ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ്. ഓക്കെ, ക്ലിക്ക് ഈസ് എ സബ് ഗ്രാഫ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്. ഒരു ഗ്രാഫ് എടുക്കുന്നു, ആ ഗ്രാഫിൽ ക്ലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സബ് ഗ്രാഫുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്ലിക്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ ദ സൈസ് ഓഫ് ദ ലാർജസ്റ്റ് ക്ലിക്ക്
ഇൻ എ ഗ്രാഫ് ഈസ് ഡിനോട്ടഡ് ബൈ ഒമേഗ ഓഫ് ജി. അപ്പോൾ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നിൽ കൂടുതൽ ക്ലിക്കുകളുണ്ട്. അപ്പോൾ ആ ക്ലിക്കുകളിൽ ഏറ്റവും വലിയ ക്ലിക്കിന്റെ ഓർഡറിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒമേഗ ഓഫ് ജി. ദ സൈസ് ഓഫ് ദ ലാർജസ്റ്റ് ക്ലിക്ക്. ദ സൈസ് ഓഫ് ദ ലാർജസ്റ്റ് ക്ലിക്കിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്? ഒമേഗ ഓഫ് ജി. സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും വലിയ സബ്ഗ്രാഫിന്റെ ഓർഡർ. സൈസ് ഓഫ് ദ ലാർജസ്റ്റ് ക്ലിക്ക് എന്ന് പറയുന്നത് ശരിക്കും ഏറ്റവും വലിയ സബ്ഗ്രാഫിന്റെ ഏറ്റവും വലിയ കംപ്ലീറ്റ് ഗ്രാഫിന്റെ വെർട്ടെക്സിന്റെ എണ്ണമാണ്. ഓക്കെ, ഈ ഗ്രാഫ് എടുക്കുന്നു. ഈ ഗ്രാഫിന് ഇതെന്ന് പറഞ്ഞ ഒരു ക്ലിക്കാണ്, V1 V2 എന്ന് പറയുന്ന ഒരു ക്ലിക്കാണ്. അതുപോലെ ഇതും ഒരു ക്ലിക്കാണ്. അപ്പോൾ ഇത് രണ്ടും അല്ലാതെ വേറെ കംപ്ലീറ്റ് ആയിട്ടുള്ള വേറൊരു സബ് ഗ്രാഫ് ഇതിനകത്തില്ല. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? K2 എന്ന് വിളിക്കും. ഇത് K3. K2ഉം K3 അല്ലാതെ വേറൊരു കംപ്ലീറ്റ് സബ് ഗ്രാഫ് നമ്മുടെ ഈ ഗ്രാഫിന് ഇല്ല. സോ ഇതിന്റെ ഒമേഗ ജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒമേഗ ജി എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഈ ഗ്രാഫിന്റെ ഒമേഗ ജി എന്ന് പറയുന്നത് 3 ആയിരിക്കും. 3 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 3 വെർട്ടെക്സ് ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഒമേഗ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. ഓക്കെ, വാക്ക്. അടുത്ത വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ആൻ ആൾട്ടർനേറ്റിംഗ് സീക്വൻസ് ഓഫ് വെർട്ടീസസ് ആൻഡ് എഡ്ജസ് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡ്സ് വിത്ത് വെർട്ടീസസ്. ഒരു വാക്കെന്ന് പറയുന്ന ഒരു വെർട്ടെക്സിൽ സ്റ്റാർട്ട് ചെയ്ത് ഫോളോഡ് ബൈ ആൻ എഡ്ജ്, ദെൻ വെർട്ടെക്സ് ഫോളോഡ് ബൈ ആൻ എഡ്ജ് ആൻഡ് സോ ഓൺ ആൻഡ് വിത്ത് എൻഡ്സ് വിത്ത് എ വെർട്ടെക്സ്. അതിനെ വിളിക്കുന്ന പേരാണ് വാക്ക്. നമ്മുടെ ഈ ഗ്രാഫ് എടുക്കുക, ജി എന്ന് പറയുന്ന ഗ്രാഫ് എടുക്കുക. ജി എന്ന് പറയുന്ന ഗ്രാഫില് V1 ഹിയർ, V1 E1, V4 E4, V3 V3 and E4, again E4 and V4, then E2 V2 is a walk. Is an alternating sequence. This is an alternating sequence of vertices and edges. So it's a walk. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് V4 എന്ന് പറഞ്ഞ എഡ്ജ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ എഡ്ജ് റിപ്പീറ്റ് ചെയ്യാത്തതിനെ വിളിക്കുന്ന പേരാണ്, ഒരു വാക്കിനകത്ത് എഡ്ജ് റിപ്പീറ്റ് ചെയ്യത്തില്ലെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രെയിൽ. ഒരു വാക്കിനകത്ത് എഡ്ജ് റിപ്പീറ്റ് ചെയ്യത്തില്ലെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രെയിൽ എന്ന് വിളിക്കും. ഇനി ഒരു വാക്കിനകത്ത് വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യത്തില്ലെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പാത്ത്. ഒരു വാക്കിനകത്ത് എഡ്ജ് റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ അതിനെ ട്രെയിൽ എന്നും, ഒരു വാക്കിനകത്ത് വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് പാത്ത്. ഇപ്പോൾ ഇതിനകത്ത് V1 V2 V3 V5 ഇതെന്ന് പറഞ്ഞ ഒരു വാക്കാണ്, അതിനകത്ത് വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ദാറ്റ് ഈസ് എ പാത്ത്. ലെങ്ത് ഓഫ് എ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ദ പാത്ത്. നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ദ പാത്തിനെ വിളിക്കുന്ന പേരാണ് ലെങ്ത് ഓഫ് ദ പാത്ത്. നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ദ പാത്ത് ഈസ് കോൾഡ് ലെങ്ത് ഓഫ് ദ പാത്ത്. ഇവിടെ V1 V2 ഒരു എഡ്ജ്, V2 V3 അടുത്ത എഡ്ജ്, സോ 2 V3 V5 another edge. So there are 3 edges in this path. So length of this path is 3. Length of this path is 3. And closed trail is called a circuit. Closed trailനെയാണ് നമ്മൾ സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. ക്ലോസ്ഡ് മീൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ തന്നെ എൻഡ് ചെയ്യണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്ലോസ്ഡ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ V1 V2 V4 V3 V2 V1 ഈസ് എ സർക്യൂട്ട്. കാരണം അത് ട്രെയിലാണ്. ട്രെയിലിനകത്ത് ഈ ട്രെയിലിനകത്തുള്ള പ്രത്യേകത എന്താ? V2 എന്ന് പറയുന്ന V2 V4 അവിടെ എഡ്ജ് നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതിനകത്ത് നോക്കിയാൽ V1 V2 again V4 V3 and E5 എന്ന് പറയുന്ന എഡ്ജ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. V1 V2 എന്ന് പറയുന്ന എഡ്ജ് V1 V2 V2 V1 ഈ എഡ്ജ് റിപ്പീറ്റ് ചെയ്യുന്നു. സോ ദിസ് ഇസ് എ ക്ലോസ്ഡ് ട്രെയിൽ. സോ ദ ക്ലോസ്ഡ് ട്രെയിൽ ഈസ് കോൾഡ് എ സർക്യൂട്ട്. ആൻഡ് എ ക്ലോസ്ഡ് പാത്ത് ഈസ് കോൾഡ് എ സൈക്കിൾ. ഇതെന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ട്രെയിൽ ആണ്, ഇതിനകത്ത് എഡ്ജ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതെന്താവത്തില്ല? സൈക്കിൾ ആവത്തില്ല. പക്ഷെ ഇതെന്ന് പറയുന്ന ഒരു സൈക്കിളാണ്. V1 V2 V4 V1 ഈസ് എ സൈക്കിൾ. ക്ലോസ്ഡ് പാത്ത് ആണ്, കാര്യം ഇതിനകത്ത് വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ പാത്താണ്, ക്ലോസ്ഡ് ആണ്. A graph is said to be connected if any two pair of vertices are connected by a path. ഒരു ഗ്രാഫ് കണക്റ്റഡ് എന്ന് പറയണമെങ്കിൽ ആ ഗ്രാഫിലെ ഏത് രണ്ട് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും അവ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പാത്ത് ഉണ്ടാവണം. അപ്പോൾ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ V3 എന്ന് പറയുന്ന വെർട്ടെക്സും V5 എന്ന് പറയുന്ന വെർട്ടെക്സും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പാത്തില്ല. സോ ദിസ് ഗ്രാഫ് ഈസ് നോട്ട് കണക്റ്റഡ്. നോട്ട് കണക്റ്റഡ് എന്ന് പറയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. സോ ദിസ് ഗ്രാഫ് ഈസ് എ ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. V1 and V2 are connected by the path. V1 V2 എന്ന് പറയുന്ന വെർട്ടെക്സ് കണക്ട് ചെയ്യുന്ന ഒരു പാത്താണ് V1 V2 എന്ന് പറയുന്ന ഒരു പാത്ത്. അടുത്ത V1 V3 V2 is another path and V1 V4 V3 V2
ദീസ് ആർ ദ 3 പോസിബിൾ പാത്ത് കണക്ടിങ് V1 ആൻഡ് V2. V1നെയും V2നെയും കണക്ട് ചെയ്യുന്ന ഈ ഗ്രാഫിലുള്ള 3 പോസിബിൾ ആയിട്ടുള്ള പാത്തുകളാണ് ഈ 3 പാത്തുകൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഷോർട്ടസ്റ്റ് പാത്ത് നോക്കുക. ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഏറ്റവും കുറഞ്ഞ പാത്ത്. ഇപ്പൊ ഇവിടെ ലെങ്ത് 1 ആണ്, ഇവിടെ ലെങ്ത് 2 ആണ്, ഇവിടെ ലെങ്ത് 3 ആണ്. സോ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് ഏതാണ്? V1 V2 ആണ് ഷോർട്ടസ്റ്റ് പാത്ത്. ഇപ്പൊ 2 പോയിന്റിനെ കണക്ട് ചെയ്തുള്ള ഷോർട്ടസ്റ്റ് പാത്തിന്റെ ലെങ്തിനെ വിളിക്കുന്നവരാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ these two vertices. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു വെർട്ടീസസ് V1 ആൻഡ് V2 ഈസ് 1. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അപ്പോൾ നമുക്ക് ഇവിടെ അതിനെ ഡിനോട്ട് ചെയ്യുന്ന D of V1 V2. D of V1 V2 ഈസ് ഈക്വൽ ടു 1 എന്ന് പറയാം. D of V1 V2, the distance between the vertex V1 and V2 is the shortest path, length of the shortest path connecting V1 and V2. അങ്ങനെയാണെങ്കിൽ നമുക്ക് D of UV നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? D of UV is the length of the shortest path connecting the vertices U and V. D of UV is the length of the shortest path connecting the vertices U and V. ഈ ഗ്രാഫിൽ നമ്മുടെ V3 V5 എന്ന് പറഞ്ഞ എഡ്ജിനെ തമ്മിൽ കണക്ട് ചെയ്ത് പാത്ത് ഒന്നുമില്ല. സോ അതിന്റെ ഡിസ്റ്റൻസ് നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്യും. ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ പാത്ത് ഇല്ലാത്ത 2 വെർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി എന്ന് പറയും. ആൻഡ് ഒരു ഗ്രാഫിലുള്ള ഏറ്റവും വലിയ പാത്തിന്റെ ലെങ്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് ഡയമീറ്റർ. ഈസ് എ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെർട്ടീസസ് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ D of G ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ D of G. അത് D of G എന്ന് പറയുന്നത് എല്ലാ ബുക്കിലും ഉള്ള നൊട്ടേഷൻ അല്ല. ചില ബുക്കിൽ D of G, ചില ബുക്കിൽ DIM of G എന്നൊക്കെ ഡിനോട്ട് ചെയ്യും. സോ D of G, ഡയമീറ്റർ ഓഫ് G ഈസ് ദ ലെങ്ത് ഓഫ് ദ ലാർജസ്റ്റ് പാത്ത്, ഏറ്റവും വലിയ പാത്തിന്റെ ലെങ്ത്. അപ്പൊ ഏറ്റവും ചെറിയ പാത്തിന്റെ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ്. ഏറ്റവും ചെറിയ പാത്തിന്റെ ലെങ്തിനെ റേഡിയസ് എന്നും ഏറ്റവും വലിയ പാത്തിന്റെ ലെങ്തിനെ ഡയമീറ്റർ എന്നും വിളിക്കും. ഇനി ട്രീ ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്തൗട്ട് സൈക്കിൾ. സൈക്കിൾ ഇല്ലാത്ത കണക്റ്റഡ് ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ട്രീ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഗ്രാഫ് G എന്ന് പറയുന്ന ഗ്രാഫിനകത്ത് സൈക്കിൾ ഒന്നുമില്ല. സോ G എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? G ഈസ് എ ട്രീ. പക്ഷേ H എന്ന് പറയുന്ന ഗ്രാഫിനകത്ത് താണ്ട് ഈ റെഡ് ലൈനും കൂടി, Gക്കകത്ത് ഒരു റെഡ് ലൈനും കൂടെ കൂട്ടിയുള്ളൂ ഞാൻ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇതിനകത്തൊരു സൈക്കിൾ ഉണ്ടായി. അപ്പോൾ അത് H ഈസ് നോട്ട് എ ട്രീ. H എന്ന് പറയുന്നത് ട്രീ അല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ്, റേഡിയസ്, ട്രീ ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്തൗട്ട് സൈക്കിൾ ഓർ വിത്തൗട്ട് സൈക്കിൾ എന്നുള്ളത് എസൈക്ലിക് ഗ്രാഫ് എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് തിയറിയിലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ്. നിങ്ങൾക്ക് ഗ്രാഫ് തിയറി റെഫർ ചെയ്യാൻ പറ്റിയ കുറച്ച് ബുക്കുകളാണ് ബോണ്ടി ആൻഡ് മൂർത്തി ഗ്രാഫ് തിയറി വിത്ത് ആപ്ലിക്കേഷൻസ്. ഇതിനകത്ത് കുറച്ച് ഗ്രാഫ് തിയറിയുടെ ബേസിക് ആയിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. കുറച്ച് ആപ്ലിക്കേഷൻസും കൂടി പറയുന്നുണ്ട്. നല്ല റെഫറൻസിന് നല്ലൊരു ബുക്കാണ്. ഇനി ഫ്രാങ്ക് ഹെറാറി ഗ്രാഫ് തിയറി, അത് നമുക്ക് ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള ഗ്രാഫ് തിയറിയിലെ ഓൾമോസ്റ്റ് കാര്യങ്ങളും പ്രിലിമിനറി കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു ബുക്കാണ്. ഈ ബുക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഡ്ജസ് വെർട്ടെക്സ് എന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഫുള്ള് പറഞ്ഞത്. ഈ ഒരു ബുക്ക് വരുമ്പോഴത്തേക്ക് അതിനെ പോയിന്റ്സ് ആൻഡ് ലൈൻസ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അതായത് ഈ പോയിന്റിന് നമ്മൾ വെർട്ടെക്സിനെ നമ്മൾ പല പേര് വിളിക്കും. വെർട്ടെക്സിനെ പോയിന്റ് എന്ന് വിളിക്കും, സീറോ സിംപ്ലെക്സ് എന്ന് വിളിക്കും. അതുപോലെ എഡ്ജിനെ ലൈൻ എന്ന് വിളിക്കും, അതുപോലെ വൺ സിംപ്ലെക്സ് എന്ന് വിളിക്കും. അത് ടോപ്പോളജിക്കൽ അപ്രോച്ചിൽ വരുമ്പോഴാണ് സീറോ സിംപ്ലെക്സും വൺ സിംപ്ലെക്സ് എന്ന് വിളിക്കുന്നത്. കാര്യം ലോവർ ഡയമെൻഷണൽ ടോപ്പോളജിയാണ് ശരിക്കും ഗ്രാഫ് തിയറി. നരിഷിംഗ് ഡിയോയുടെ ബുക്ക്, ഗ്രാഫ് തിയറിയുടെ ബുക്ക്, അത് നല്ല ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ബുക്കാണ് ഈ 2 ബുക്കും. നരിഷിംഗ് ഡിയോയുടെ ബുക്കും G സുരേഷ് സിംഗിന്റെ ബുക്കും. ഈ 2 ബുക്കും പ്രിലിമിനറി കാര്യമായിട്ട് പറഞ്ഞേക്കുന്ന ബുക്കുകളാണ്. ഇത് കുറച്ചും കൂടി ഒരു എഞ്ചിനീയറിംഗ് അപ്രോച്ചിലായതുകൊണ്ട് ആപ്ലിക്കേഷൻസ് എല്ലാം ആ ഒരു രീതിയിൽ നിൽക്കത്തക്കോണമുള്ള ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ എല്ലാം തന്നെ നമ്മൾ സിമ്പിൾ ഗ്രാഫാണ്. ഈ സിമ്പിൾ ഗ്രാഫ് അല്ലാതെ ഒരു ഓർഡേർഡ് പെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ബുക്കുകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ബുക്കുകൾ നിങ്ങൾക്ക് റെഫറൻസിനായിട്ട് യൂസ് ചെയ്യാം. സോ താങ്ക് യു.